ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു. ഇത് 2 വീടുകളും വണ്ടി എല്ലാം ഉള്ളതായിരുന്നു. അതെല്ലാം വിറ്റവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ കുറച്ച് ഒരു പൈസയുടെ ആവശ്യം കൂടിയുണ്ട്. ഇപ്പം തലയ്ക്കകത്തൊരു ഫ്ലൂയിഡുണ്ട്. അത് പോയാൽ മാത്രമേ അവൻ എണീറ്റ് കിടക്കുകയും നോർമലാവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിനുള്ള ഒരു സഹായം ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിന് ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും അവനൊന്ന് എണീറ്റ് നടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അസ്സലാമു അലൈക്കും. സയ്യിദ് അലി നെട്രാബാണ്. പ്രിയപ്പെട്ടവരെ, അല്പമെങ്കിലും മനസ്സിൽ നന്മയുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയും സഹായിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് കരമന മുസ്ലിം ജമാഅത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ താജുദ്ദീൻ സാഹിബിന്റെ മകൻ സുൽഫി 44 വയസ്സ് വളരെ സങ്കടകരമായ, പ്രയാസകരമായ, വളരെ ദുരിതമനുഭവിക്കുന്ന രീതിയിൽ വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 11 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടം പറ്റുകയും തലയോട്ടി ഇളക്കിയുള്ള ഒരു സർജറി മുതൽ നിരവധി സർജറികളും ചികിത്സകളും ചെയ്ത് ആ ഉമ്മയുടെ 2 വീടുകൾ വിറ്റു. നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും സഹായിച്ചു. ഇപ്പോൾ ഫർദർ ചികിത്സയ്ക്കായി യാതൊരു നിവൃത്തിയുമില്ലാതെ നിങ്ങളെ മുന്നിൽ കൈനീട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10ന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്നത് സഹായിക്കുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് നിവർന്നിരിക്കാനോ ചരിഞ്ഞു കിടക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ്. 10 മാസം ചുമന്നു പെറ്റ മാതാവ് 11 വർഷമായിട്ട് എന്നെ ഒരു ഉമ്മ എന്ന് വിളിക്കട്ടെ എന്ന് ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും ഇതുപോലെയുള്ള അവസ്ഥകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മറ്റു മാരക രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്നത് സഹായിക്കുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കരമന മുസ്ലിം ജമാഅത്തിന്റെ മഹല്ല് കമ്മിറ്റിയും ഇമാമും വെൽഫെയർ കമ്മിറ്റിയുടെ ആൾക്കാരും നാട്ടുകാരും ഒന്നടങ്കം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കമ്മിറ്റിക്കാരൊക്കെ സംസാരിക്കും. കരമന മുസ്ലിം ജമാഅത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച താജുദ്ദീൻ സാഹിബ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ് ഈ സുൽഫി എന്ന് പറയുന്ന. 11 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ച് അതിൻ്റെ മസ്തിഷ്കത്തിൽ സംഭവിച്ച തകരാറ് മൂലം ഒരുപാട് സ്ഥലങ്ങളിൽ